ഒട്ടും ചേരാത്തൊരു സാഹചര്യത്തിൽ ചിലപ്പോൾ ഏറ്റവും മോശമൊരു സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്നൊരു ചിരി വന്നിട്ടുണ്ടോ? ഉദാഹരണത്തിന് ഭയങ്കര സീരിയസ് ആയൊരു മീറ്റിംഗിൽ അല്ലെങ്കിൽ ഒരു മരണവീട്ടിൽ വെച്ച് അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. എന്തുകൊണ്ടാണിങ്ങനെ സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഒന്ന് ആലോചിച്ചു നോക്കിക്കേ, വളരെ ഗൗരവമുള്ളൊരു ചർച്ച നടക്കുന്നു, അല്ലെങ്കിൽ ഒരു വലിയ വഴക്കിനിടയിൽ, അതുമല്ലെങ്കിൽ ഒരു മരണാനന്തര ചടങ്ങിൽ വെച്ച് നിങ്ങൾക്ക് പെട്ടെന്ന് ചിരി വരുന്നു. മറ്റുള്ളവർ നമ്മളെ എന്തുമാത്രം തെറ്റിദ്ധരിക്കും, അല്ലേ? ആ ഒരു നിമിഷം നമുക്ക് നമ്മളോട് തന്നെ ഭയങ്കര കുറ്റബോധം തോന്നും. ആളുകൾ നമ്മളെ ഒരു സഹാനുഭൂതിയുമില്ലാത്ത ആളാണെന്നോ ബഹുമാനമില്ലാത്ത ആളാണെന്നോ ഒക്കെ വിചാരിച്ചേക്കാം. പക്ഷേ സൈക്കോളജി പറയുന്നത് അതല്ല, നിങ്ങളൊരു മോശം വ്യക്തിയേ അല്ല. ഇവിടെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ചിരിക്കുന്നതല്ല, മറിച്ച് താങ്ങാൻ പറ്റാത്തത്ര വൈകാരിക പിരിമുറുക്കം വരുമ്പോൾ നിങ്ങളുടെ തലച്ചോറ് ഓട്ടോമാറ്റിക്കായി പ്രതികരിക്കുന്നതാണ്. ഇതിനു പിന്നിൽ ചില കാരണങ്ങളുണ്ട്. നമുക്ക് വിശദമായി നോക്കാം. അപ്പൊ ഈ അടയ്ക്കാൻ പറ്റാത്ത ചിരിക്ക് പിന്നിലെ ആദ്യത്തെ കാരണം നമ്മുടെ തലച്ചോറിന് താങ്ങാനാവാത്ത വൈകാരികമായ ഒരു ഓവർലോഡാണ്. അതെന്താണെന്ന് നോക്കാം. സൈക്കോളജിയിൽ ഇതിനൊരു പേരുണ്ട്, ഇമോഷണൽ ഇൻകോൺഗ്രുവൻസ്. അതായത് സഹിക്കാൻ പറ്റാത്തൊരു സങ്കടമോ സമ്മർദ്ദമോ ഒക്കെ വരുമ്പോൾ ആ വികാരത്തെ എങ്ങനെ പ്രോസസ് ചെയ്യണം എന്ന് നമ്മുടെ തലച്ചോറിനൊരു കൺഫ്യൂഷൻ വരും. ആ കൺഫ്യൂഷനിൽ നിന്നാണ് ഈ അപ്രതീക്ഷിതമായ പ്രതികരണം, അതായത് ചിരി, വരുന്നത്. ഇതൊരു പ്രഷർ കുക്കർ പോലെയാണെന്ന് വിചാരിച്ചാൽ മതി. ഉള്ളിലെ പ്രഷർ ഒരുപാട് കൂടുമ്പോൾ അത് പുറത്തുവിടാൻ ഒരു വാൽവ് തുറക്കില്ലേ? അതുപോലെ നമ്മുടെ ഉള്ളിലെ ഈ വലിയ മാനസിക ഭാരം പുറന്തള്ളാൻ തലച്ചോറ് കണ്ടെത്തുന്ന ഒരു വഴിയാണിത്. അല്ലാതെ ഇത് സന്തോഷം കൊണ്ടുള്ള ചിരിയല്ല. അതായത് സഹിക്കാൻ പറ്റാത്ത ദുഃഖം, ഭയങ്കരമായ സ്ട്രെസ് അല്ലെങ്കിൽ കടുത്ത മാനസിക പിരിമുറുക്കം, ഈ അവസ്ഥകളിലൊക്കെ നമ്മുടെ തലച്ചോറിന് ഒരു റിലീസ് വേണം. ആ റിലീസാണ് പലപ്പോഴും നമ്മൾ പോലും അറിയാതെ ഒരു ചിരിയായി പുറത്തുവരുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ കാരണത്തിലേക്ക് വരാം. ഇത് നമ്മുടെ തലച്ചോറിന്റെ ഒരു തരം ബാലൻസിംഗ് പരിപാടിയാണ്. അതെന്താണെന്ന് നോക്കാം. ഈ ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. വലിയ സന്തോഷം വരുമ്പോ എപ്പോഴെങ്കിലും കരഞ്ഞിട്ടുണ്ടോ? നമ്മളിൽ പലർക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവും, അല്ലേ? നമ്മളതിനെ ആനന്ദ കണ്ണീർ എന്നൊക്കെ പറയും. വലിയ സന്തോഷം വരുമ്പോ നമ്മളെ കരയുന്നില്ലേ? ഏകദേശം അതുപോലെ തന്നെയാണ് വലിയ സങ്കടം വരുമ്പോ ചിരി വരുന്നതും. ഇതൊരു സീസോ പോലെയാണ്. ഒരു വികാരം അതിന്റെ അങ്ങേയറ്റത്തെത്തുമ്പോൾ അതിനെ ബാലൻസ് ചെയ്യാൻ തലച്ചോറ് അതിന്റെ നേരെ വിപരീത വികാരത്തെ പുറത്തുവിടുന്നു. അങ്ങനെ നമ്മുടെ മാനസികാവസ്ഥയെ തിരികെ നിയന്ത്രണത്തിലാക്കാൻ ശ്രമിക്കുകയാണ്. ഇതിനെ ശരിക്കും ഒരു സേഫ്റ്റി വാൽവ് എന്ന് തന്നെ പറയാം. നമ്മുടെ മനസ്സിലെ ഭയമോ ടെൻഷനോ ഒക്കെ അതിന്റെ പീക്കിലെത്തുമ്പോൾ ആ പ്രഷർ കുറയ്ക്കാൻ ഈ ചിരി സഹായിക്കുന്നു. ഇനി മൂന്നാമത്തെ കാരണം, ഒരുപക്ഷെ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതും. ഇതൊരു ഡിഫൻസ് മെക്കാനിസമാണ്. അതായത് നമ്മുടെ മനസ്സിന്റെ ഒരു പ്രതിരോധ കവചം. ഒന്നാലോചിച്ചു നോക്കൂ, നമ്മളെ ആകെ ഞെട്ടിക്കുന്നൊരു വാർത്ത കേൾക്കുകയാണ്. ആ ഒരു യാഥാർത്ഥ്യം തന്നെ അംഗീകരിക്കാൻ നമ്മുടെ മനസ്സിന് ചിലപ്പോൾ പറ്റില്ല. തലച്ചോറ് സ്വയം ഒരു പ്രതിരോധം തീർക്കും. ആ വലിയ ഷോക്കിൽ നിന്ന് നമ്മുടെ മനസ്സിന് ഒരു ബ്രേക്ക് കൊടുക്കുകയാണ്. ആ ആഘാതം മുഴുവനായി ഒറ്റയടിക്ക് അനുഭവിക്കാതെ യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടാൻ മനസ്സിന് കുറച്ച് സമയം കൊടുക്കുകയാണ് ഈ ചിരിയിലൂടെ. ഓർക്കണം, ഇതൊന്നും നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല. നമ്മുടെ ഉള്ളിലെ യഥാർത്ഥ ദുഃഖമോ ഭയമോ ഒക്കെ മറച്ചുവെച്ച് ആ ആഘാതത്തിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കാൻ നമ്മുടെ ഉപബോധ മനസ്സ് ശ്രമിക്കുന്നതാണ്. നമ്മളിപ്പോ പറഞ്ഞ ഈ കാരണങ്ങളെല്ലാം കൂടി ചേർത്തുവെച്ചാൽ ഒരു കാര്യം വ്യക്തമാവും. ഇതെല്ലാം നമ്മുടെ തലച്ചോറിന്റെ ഒരു സംരക്ഷണ പ്രവർത്തനമാണ്, ഒരു സർവൈവൽ ടാക്ടിക്. അതുകൊണ്ട് തന്നെ ഇനി അങ്ങനെയൊരു സാഹചര്യത്തിൽ ചിരി വന്നാൽ സ്വയം പഴിക്കരുത്. നിങ്ങളൊരു മോശം വ്യക്തിയായതുകൊണ്ടോ സ്നേഹമില്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സഹാനുഭൂതി ഇല്ലാത്തതുകൊണ്ടോ ഒന്നുമല്ല അത് സംഭവിക്കുന്നത്. പകരം അത് നിങ്ങളുടെ തലച്ചോറിന്റെ ഒരു സ്മാർട്ട് മൂവാണെന്ന് മനസ്സിലാക്കുക. ആ വലിയ സ്ട്രെസ്സിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാനുള്ള ഒരു സൂത്രം. ഇതൊരു തകരാറല്ല, മറിച്ച് അതിജീവനത്തിനുള്ള ഒരു മാർഗമാണ്. അതുകൊണ്ട് ഒന്നോർക്കുക, ഈ പരിഭ്രമിച്ചിട്ടുള്ള ചിരിയില്ലേ, അത് സഹാനുഭൂതിയുടെ ഒരു പരാജയമല്ല, മറിച്ച് വൈകാരികമായി അതിജീവിക്കാനുള്ള നമ്മുടെ കഴിവിന്റെ ഒരു വിജയമാണ്. ഇത് നമ്മളെ ഒരു വലിയ ചോദ്യത്തിലേക്കാണ് എത്തിക്കുന്നത്. നമ്മൾ പോലും അറിയാതെ നമ്മളെ സംരക്ഷിക്കാൻ നമ്മുടെ തലച്ചോറ് വേറെ എന്തെല്ലാം അത്ഭുതങ്ങൾ ചെയ്യുന്നുണ്ടാവും, അല്ലേ? ഒന്ന് ആലോചിച്ചു നോക്കൂ.